ഇന്ന് ഫുള്ള് മടി പിടിച്ച ദിവസമാണേ. ഇന്ന് ഞായറാഴ്ചയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നല്ല പണിയുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ വിചാരിച്ചു ഈ വീണ് കിടക്കുന്ന ഇല ഇന്ന് ഞാൻ തന്നെ തൂക്കാമെന്ന്. എന്നും അമ്മയും അപ്പുറത്തെ അമ്മയും ഒക്കെയാണ് തൂക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ എന്തായാലും ആ ജോലി അങ്ങ് ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ എന്നെ എറുമ്പൊക്കെ കടിച്ച് പറിച്ചു. എന്നാലും സാരമില്ല. ഇതിൻ്റെ പുറത്തൂടെ പക്ഷെ നടക്കാൻ നല്ല സുഖമാണ്. ഈ ഇല ഇങ്ങനെ വീണ് കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കാല് വേദന എടുക്കത്തേ ഇല്ല. അങ്ങനെ അതെല്ലാം തൂത്ത് റെഡിയാക്കി മോളെയും കൊണ്ട് നേരെ പോളിയോ കൊടുക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ആളിനെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി പോളിയോ സ്ഥലത്തേക്ക് പോയി. നമ്മുടെ പുതിയ നഴ്സറിയാണ്, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും നാൾ നമുക്ക് വാടക കെട്ടിടമായിരുന്നു. പക്ഷേ എൻ്റെ മോൾക്ക് അവിടെ പഠിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അത് പൂർത്തിയാകാത്തതുകൊണ്ട് ആളിനെ നേരെ സ്കൂളിൽ കൊണ്ടാക്കി. അങ്ങനെ ഇതാണ് നമ്മുടെ നഴ്സറി. അപ്പോൾ നമ്മളവിടെ ശാരി ചേച്ചി ഉണ്ടായിരുന്നു, ആശാ വർക്കർ ഷീജ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ശാരി മാമി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ ട്യൂഷൻ എടുക്കുന്ന ചേച്ചിയാണ്. അപ്പം ആ ശാരി മാമി കാണാതെ ഒരു കളിയുമില്ല. ആള് പേടിച്ചിട്ടാണ് തുള്ളിമരുന്ന് കുടിക്കാതിരിക്കുന്നത്. പക്ഷെ തുള്ളിമരുന്നാണ് എന്ന് മനസ്സിലായപ്പോൾ ആള് പിന്നെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ആശാ വർക്കർ ഷീജ ചേച്ചി 2 തുള്ളി മരുന്ന് വായിലൊഴിച്ചു കൊടുത്തു. അപ്പോൾ ആ സന്തോഷത്തിൽ ആൾ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ശാരി മാമിയുടെ വക കയ്യിൽ ഒരു അടയാളം കൂടി കിട്ടിയാൽ മാത്രമേ നമ്മൾ പോളിയോ കുടിച്ചതിന് തെളിവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശാരി മാമിയുടെ ആയിട്ട് കുറച്ച് സംസാരിച്ചിട്ടേ പോവുള്ളൂ. കാരണം ശാരി മാമിയാണ് കൊച്ചേട്ടനെയും കൊച്ചേച്ചിയൊക്കെ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ അവരിവിടെയൊക്കെ എപ്പോഴും ശാരി മാമിയുടെ കാര്യം സംസാരിച്ച് ശാരി മാമി കണ്ടാൽ സംസാരിക്കാതിരിക്കാൻ ആളിന് പറ്റത്തില്ല. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് ആൾ പോളിയോ തുള്ളി മരുന്നൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു.